നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഡൽഹിയുടെ തെരുവുകൾ സമരജ്വാലകളാണ്. അതൊരു ഏത് തലത്തിലേക്കാണ് പോകുന്നത് എന്ന് നോക്കി കാണുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലീസ് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചു. സത്യത്തിൽ ആ മർദ്ദനം അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്, വളരെ ക്രൂരമായിട്ടാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത്, പോലീസ് അത്രയും ക്രൂരമായി മർദ്ദിക്കുവാനും പോലീസ് ആ നിലയിൽ കൈകാര്യം ചെയ്യാനും ഒരു കാരണമുണ്ട്. കാരണം പോലീസിന് ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം. പോലീസിന് എന്നല്ല, ഭരണകൂടത്തിനും അറിയാം, കേന്ദ്രം ഭരിക്കുന്നവർക്കും അറിയാം. കാരണം നമ്മുടെ നാട്ടിലെ നീതി ലഭ്യമാക്കുന്നത്, നീതി ഉറപ്പുവരുത്തുന്നത് ജുഡീഷ്യറിയിലാണ്, കോടതിയിലാണ്. അപ്പോൾ ഇന്നലെ പാറ്റകളുടെ ആളുകൾ കോടതിയിൽ പോയി അടിയന്തര പ്രാധാന്യത്തോടെ ഇത് കാണണം, പോലീസിൻ്റെ ക്രൂരത വിഷ്വലൊന്ന് കാണണം, വീഡിയോ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. കോടതി പറഞ്ഞു, അതൊന്നും കാണാനോ നമ്മുടെ സമയമോ നിങ്ങളുടെ സമയമോ കളയാൻ സമയമില്ല, അതങ്ങനെ അടിയന്തര പ്രാധാന്യമായി എടുക്കേണ്ടതല്ല എന്ന്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം ഈ പാറ്റകൾ തുടങ്ങി വെച്ചത് കോടതിക്കെതിരെയാണ്. കോടതിയിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ തുടങ്ങി വെച്ച് അതിനെതിരെ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റഗ്രാം കൂട്ടായ്മ, ആ കൂട്ടായ്മയിലൂടെയാണ് അത് ഉയർന്നു വന്നത്. അല്ലാണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. പിന്നീട് നമ്മുടെ രാജ്യത്ത് കോടതിക്കെതിരെ സമരം ചെയ്യാൻ വ്യവസ്ഥയില്ലാത്തത് കൊണ്ട്, കോടതിക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നേരെ അത് ട്വിസ്റ്റ് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ തിരിച്ചു. ചില ആവശ്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സമരം ചെയ്തു. പക്ഷേ കോടതിക്കും ഇവിടുത്തെ ഭരണകൂടത്തിനും നിയമപാലകർക്കും അറിയാം ഇത് കോടതിക്കെതിരാണ്, ഇത് കോടതി ആ നിലയിലെ പരിഗണിക്കൂ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം, അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. കോടതിയിൽ നിന്ന് വേണ്ട നിലയിലുള്ള പരിഗണന ഇതിന് ലഭിക്കില്ല. മർദ്ദിച്ചവർ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ED കേസിൽ അകത്തായ ആളുകളെ പോലെയാവും. പക്ഷേ പോലീസ് ഒരു മര്യാദ ഇതുവരെ പാലിച്ചിട്ടുണ്ട്. ആരുടെ പേരിലും വലിയ കേസുകളൊന്നും എടുത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെ ഭാഗ്യമാണ്. പക്ഷേ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പോലീസിന് ഒരു വനിതാ പോലീസിന് മാരകമായ അക്രമം നേരിട്ടിട്ടുണ്ട്. ഗർഭിണിയായിരുന്നു എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അതിനെതിരെയെല്ലാമുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഒരു സ്റ്റാൻ സ്വാമിയുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ജയിലിൽ ആജീവനാന്തം കിടക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അത് പിന്നെ ഏത് പോരാട്ടം നടത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോടതിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ കോടതിയെ. ഇതിപ്പോൾ കോടതിക്കെതിരെ സമരം ചെയ്യാൻ പറ്റുമോ? കോടതി ഇത് വേണ്ട നിലയിൽ പരിഗണിച്ചില്ല, കോടതിക്കെതിരെ സമരം ചെയ്യും. കോടതിക്കെതിരെ സമരം ചെയ്താൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും? ക്രമസമാധാനം എന്താകും? ഈ രാജ്യത്തിൻ്റെ നിയമം കയ്യിലെടുക്കുകയും പിന്നെ ബംഗ്ലാദേശും അതുപോലെ തന്നെ പിന്നെ നേപ്പാളും ഭൂട്ടാനും മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ ആയിരിക്കില്ലേ കയ്യേറ്റവും? പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. ഏതാണ്ട് ഡൽഹി നമ്മുടെ കയ്യിലൊന്നും, ഈ പിന്തുണച്ച ആളുകളുടെ കയ്യിലൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മുമ്പ് വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ മമ്മൂട്ടി പോയ സമയത്ത് മമ്മൂട്ടി അവിടുത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെ കൂടെ നിർത്തിയ സമയത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സൈബറിൽ വലിയൊരു അക്രമം ഉണ്ടായിരുന്നു പല മേഖലയിലും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, കാരണം ഇത് പാർട്ടി സെക്രട്ടറിയുടെ നിലപാടല്ല, ഇത് മുഖ്യമന്ത്രിയുടെ നിലപാടല്ല, ഇത് പിണറായി വിജയൻ്റെ നിലപാടല്ല, നിലപാട് ഇങ്ങനെയല്ല, അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ ആളുകൾ സൈബറിൽ അക്രമം നടത്തി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ മമ്മൂട്ടിയോട് മാപ്പ് പറയുന്ന അവസ്ഥയുണ്ടായി. പിണറായി വിജയൻ മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞ ഉടൻ തന്നെ ഗോവിന്ദൻ മാഷും അത് ആവർത്തിച്ചു. അതോടുകൂടി ഈ സൈബറിൽ മമ്മൂട്ടിക്കെതിരെ അക്രമം നടത്തിയ ആളുകളെല്ലാം എന്തായി? അവസാനം അവർ ഒന്നും പറയാൻ കുറേ ആളുകൾ ചില സമയത്ത് പിണറായി വിജയനെയും എതിർക്കുന്നുണ്ടാവുന്നു. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി മാറി. കാരണം അതൊരു പ്രശ്നമായി മാറി. അവസാനം
പിണറായി വിജയൻ മാപ്പ് പറഞ്ഞതോടുകൂടി പിന്നെ ആർക്കും മമ്മൂട്ടിയും പ്രശ്നമില്ല, ആരും പ്രശ്നമില്ലാതായി മാറി എന്നതുപോലെയാണ് ഈ വിഷയത്തിൽ കോടതി ഇവർക്ക് അനുകൂലമായി നിൽക്കില്ല എന്ന് കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കരുത്, CJP എന്ന് പറയുന്ന സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഇവിടുത്തെ ജുഡീഷ്യറി അവർക്കെതിരാണ്. ഈ രാജ്യത്തിൻ്റെ അന്തിമ വാക്ക് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെയോ ഭരണകൂടത്തിനെതിരെയോ നമുക്ക് പോരാടാൻ പറ്റില്ല. സുപ്രീം കോടതി ജുഡീഷ്യറി ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോടതി ഇപ്പോഴും ഇത് നമ്മുടെ അയച്ചു വിട്ടിരിക്കുകയാണ്. കുറേ ഇടപെടൽ ഒരു സമയത്ത് കോടതി ഇതിന് കൂച്ചുവിലങ്ങിടും. അപ്പോൾ ഈ പിന്തുണച്ച ആളുകൾ ഉൾപ്പെടെ ഇതിൽ പ്രശ്നക്കാരായി മാറേണ്ടി വരും. അടക്കം അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് പാറ്റകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പാറ്റകൾ എന്ന് പരാമർശം നടത്തിയതിൻ്റെ ഭാഗമായി ഉടലെടുത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് കോടതി എപ്പോഴും ആ നിലയിൽ അത് നോക്കിക്കാണുള്ളൂ. അതുകൊണ്ട് കോടതിയിൽ നിന്ന് അടിയന്തര പ്രാധാന്യമായിട്ട് എടുക്കുകയുമില്ല. അതുപോലെ തന്നെ അറസ്റ്റിൽ ആകപ്പെടുന്ന ആളുകൾക്ക് ജാമ്യം പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് ഇത് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ രാജ്യത്ത് ഇപ്പോൾ ഡൽഹിയുടെ തെരുവുകളിൽ വാളും വടിയും പരസ്യമായ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് ആളുകൾ വരികയാണ്. ആരാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇവിടെ എന്നിട്ട് കുറേ ആക്ടിവിസ്റ്റുകൾ, അത് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ പിന്തുണയ്ക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ക്രമസമാധാനവും ഈ രാജ്യത്തിൻ്റെ സമാധാനവും എല്ലാം നിയമവും കയ്യിലെടുത്തുകൊണ്ട് ഒരു തെരുവീതിയിൽ ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തീർത്തും തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.